ഗൈസ്, ഇന്ന് നമ്മൾ നല്ല കിടില ഇൻട്രോ ഒക്കെ ആയിട്ടാണ് വന്നത്. അതിനർത്ഥം ഇന്നെന്തോ ഉണ്ടെന്നാണ് ഗൈസ്. അതെ ഗൈസ്, ഒരു സെറ്റ് ഡേ ആണ് ഇന്ന്. നമ്മളിന്ന് നമ്മുടെ വരുന്ന കുഞ്ഞുവാവയ്ക്കും ഉമ്മിക്കും വേണ്ടി നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഗൈസ്. ബേബിക്ക് വേണ്ടി A to Z തൊട്ടുള്ള സാധനങ്ങളെല്ലാം വാങ്ങണം ഗൈസ്. അങ്ങനെ ഞങ്ങളൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ട്. ഒരു ബേബി ഷോപ്പിൽ തന്നെയാണ് ആദ്യം ഞങ്ങൾ കയറിയത്. അവിടുന്ന് കുറച്ച് കുട്ടി 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 ഉടുപ്പുകളും നല്ല കുട്ടി 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 ടവലുകളും നല്ല സെറ്റ് സോഫ്റ്റ് ടവൽസ്, എനിക്കിതിൻ്റെ പേരൊന്നും അറിയത്തില്ല. പിന്നെ അവിടെ ഇരുന്നൊരു ഷൂ, നല്ല ക്യൂട്ടായിട്ടുള്ള ഷൂ. ഇതാണ് നമ്മുടെ ഷോപ്പ് ഗൈസ്. ഇവിടെ എല്ലാം ബേബീസിന് പറ്റിയത് അവൈലബിൾ ആയിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടുന്ന് മേടിച്ച് നല്ല ക്യൂട്ട് ഉടുപ്പുകളൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നിബിൾസും കുറച്ച് ബോട്ടിൽസും ഒക്കെ നോക്കി. ഷോപ്പിലെത്തിയതിന് ശേഷം ഉമ്മീനെക്കാട്ടി ബിസി അബാബിയായിരുന്നു ഗൈസ്. അബാബി ഓരോന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ അടുത്ത് ഇതെടുക്കാം, നമുക്ക് ഇതെടുക്കാം. പിന്നെ നമ്മളൊരു മിറർ കണ്ട വെറുതെ വിടുക ഗൈസ്. അവിടെ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്ത് അപ്പം നമ്മൾ പിന്നെ ഒരു റബ്ബർ ഷീറ്റും കൂടി എടുത്ത് കുഞ്ഞാവയ്ക്ക് വേണ്ടി. പിന്നെ ഉമ്മി കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അബാബി അവിടെ ഇരുന്നൊരു കുഞ്ഞ് സൈക്കിളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച്. അവിടുത്തെ സ്റ്റാഫുകളൊക്കെ പാവങ്ങളായതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ എല്ലാം അറിയാമെന്ന് പറഞ്ഞ് കുറച്ച് കുഞ്ഞുടുപ്പൊക്കെ നോക്കി. പിന്നെ കുറേ ട്രോളിയിൽ ഇങ്ങനെ ബൊമ്മകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ ഒരു ടവൽ എടുത്തിട്ട് നല്ല ക്യൂട്ട് ടവലായിരുന്നു. പിന്നെ ഇതൊക്കെ നമ്മൾ നോക്കി. നല്ല ഒത്തിരി ക്രാഡിൽസും തൊട്ടിൽസും ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു ഗൈസ്. പിന്നെ നമ്മൾ ഒരു ബോട്ടിലെടുത്തു. പിന്നെ ബൈ 1 get 1 ഫ്രീ ഉണ്ടായിരുന്നു അവിടെ വൈപ്പേഴ്സിന്. അങ്ങനെ നമ്മൾ 2 വൈപ്പേഴ്സ് എടുത്തു. അബാബി ഒരു കുമ്പളയൊക്കെ മേടിച്ചു ഗൈസ്. ഞാനും അപ്പയും വേണ്ടി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ ഒരു ബൊമ്മ എടുത്തുകൊണ്ട് വന്ന് തൊട്ടിലിട്ട് ആട്ടുവാണ് അബാബി. എന്നിട്ടൊരു ചിരി. ഇവിടെ കുറേ സോഫ്റ്റ് ടോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒരു കുരങ്ങൻ കുട്ടിയേനെയൊക്കെ എടുത്ത് വെച്ച് കളിച്ച് ഗൈസ്. പിന്നെ ഒരു ഫ്ലമിംഗോനെയൊക്കെ എടുത്ത് വെച്ച് കുത്തി കുത്തി കളിച്ച്. ഫ്ലെമിംഗോ. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഗൈസ്. ഞാൻ 2 കവറും പിടിച്ച് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു മെറ്റേണിറ്റി ഷോപ്പിൽ വന്നിട്ടുണ്ട് ഉമ്മിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ. പിന്നെ ഹോസ്പിറ്റലിലേക്കും എടുക്കണമായിരുന്നു. പിന്നെ നമ്മൾ മിറർ കണ്ട വെറുതെ വിടുക ഗൈസ്. അവിടെ നിന്നൊരു പീസൊക്കെ കാണിച്ച്. അപ്പോഴത്തേക്ക് ഇത് അബാബി ഒരു കണ്ണാടിയുടെ മുമ്പിൽ വന്നിരുന്നത് ഇല്ല പാട്ടാണ് പാടുന്നത്. അലുവക്കണ്ണാലി ആ പാട്ടാണേ. ഓഹോ ഓഹോ, ഇതാർക്കും ഒന്നും മനസ്സിലായില്ല എന്ന് വിചാരിക്കുന്നു. ആക്ടിങ് ഒന്നും അല്ല കേട്ടോ, ഞാൻ ബുക്കൊന്നും വായിക്കാറില്ല ഗൈസ്. അത് വെറും ആക്ടിങ് ആണ്. പിന്നെ നമ്മളൊരു ഹോട്ടലിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ അബാബിക്ക് ഒരു ഫ്രണ്ടിനെ കിട്ടി. അവരെൻ്റെ ഒരു ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എസ്തെറ്റിക് ഹോട്ടലിലാണ് ഗൈസ് നമ്മൾ പോയത്. അടിപൊളിയാണല്ലേ അവിടെ സാഡോയിൽ. പിന്നെ നമ്മൾ ഫുഡിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. കാത്തിരിപ്പിനൊടുവിൽ ഫുഡ് വന്നു. നമ്മൾ ഗ്രിൽഡ് ചിക്കനും നാനും പിന്നെ ലോഡഡ് ഫ്രൈസും ഓർഡർ ചെയ്തായിരുന്നു. ലോഡഡ് ഫ്രൈസ് ഞാനും അബാബിയും ഹാഫ് ആൻഡ് ഹാഫ് എടുത്തു. പിന്നെ അബാബിക്ക് ആ പ്ലേറ്റ് വേണമെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. പിന്നെ ഞാൻ എൻ്റെ ഒരു പ്ലേറ്റിലിട്ട് എടുത്ത് വെച്ചു ഗൈസ്. സീരിയസ്ലി ലോഡഡ് ഫ്രൈസ് അടിപൊളിയാണ്. ആൻഡ് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഡിഷാണ് അസാഡോയിലെ ഈ ലോഡഡ് ഫ്രൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അസാഡോയിലെ ലോഡഡ് ഫ്രൈസ്. പിന്നെ നമ്മൾ അതെല്ലാം കൂടി കൂട്ടി ഒരു പിടി പിടിച്ച് അബാബിയുടെ എക്സ്പ്രഷൻ കണ്ടാൽ അറിയാം, അയ്യോ എന്തൊരു സ്നേഹം, എന്തൊരു സ്നേഹം. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. ഞങ്ങൾ കുറച്ചൊരു ഊഞ്ഞാലൊക്കെ ആടി അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഈ കുട്ടിയുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ ഗൈസ്. ഈ കുട്ടി ഒരു പാവം കുട്ടിയല്ലേ. അപ്പൊ എന്റെ വക എല്ലാവർക്കും ഒരു